തിരിച്ചാണ് ഇങ്ങനെ സുഖമായിരുന്നു. കാറ്റേ ഫ്രീ ടൈമിൽ ഇങ്ങനെ വീശിയാലും പ്രശ്നമില്ല. ഞങ്ങൾ തിരക്ക് പോകുമ്പോൾ അങ്ങനെ ചെയ്യില്ലേ. ഈ കാറ്റിലാണ് പരാഗണം നടക്കൽ. ഓരോ പൂവിൻ്റെ പൊടികൾ അപ്പുറത്തെ പൂ ചെന്നിട്ട് പുതിയ പൂവൊക്കെ ഉണ്ടാകുന്നത്. പിന്നെ വേറെന്താ, ഓരോ ഇതിനും ഓരോ ഗുണങ്ങളുണ്ട്. പൊടിപടലത്തിന് ഗുണമുണ്ട്. എല്ലാം ഗുണത്തിലാണ് സൃഷ്ടിച്ചിട്ടുണ്ടാവുക അല്ലേ. ഗുണത്തിലല്ലാതെ ദൈവം സൃഷ്ടിച്ച എന്തെങ്കിലും ഒരു സംഗതി പറയാൻ പറ്റുമോ ആർക്കെങ്കിലും? മനുഷ്യന്മാരായിരിക്കില്ലേ ചിലപ്പോൾ. കുറേ എണ്ണം ഉണ്ട് വഞ്ചിച്ച് പോകുന്ന മനുഷ്യന്മാർ. നമ്മൾ ഓക്സിജനൊക്കെ ആലോചിക്കുക. നമ്മൾ പിന്നെ ഇങ്ങനെ പോവുകയാണെങ്കിൽ മീൻസ് ഓക്സിജൻ കിട്ടാത്ത അവസ്ഥയിലാണെങ്കിൽ നല്ല എമൗണ്ട് കൊടുത്തിട്ടായിരിക്കണമല്ലോ പിന്നെ ഓക്സിജൻ വാങ്ങേണ്ടത്. ഈ ഇവരൊന്നും വരാറുണ്ടല്ലോ സെയിം ഡ്രസ് ഇട്ടിട്ട്. ഞാൻ ആദ്യം ശ്രീലങ്കനാന്നാണ് വിചാരിച്ചത്. അത് ആഫ്രിക്ക. ഞാൻ ചവിട്ടി കുഴങ്ങിയല്ലോ. പക്ഷെ നല്ല എക്സസൈസ് കേട്ടോ. ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫെബ്രുവരി 2022 ദിലീപ് ആർട്ട് ഗാലറി നമ്മൾ ചെയ്തത്. ദിലീപ് ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫെബ്രുവരി 2022 നമ്മൾ ദിലീപ് ആർട്ട് ഗാലറി ചെയ്തത്. അപ്പോൾ പറഞ്ഞാൽ വേറെ യൂസറിന് ചെയ്യേണ്ട മീൻസ് അങ്ങനെയുള്ള വെബ്സൈറ്റ് അല്ല. അപ്പോൾ അതിൽ മാക്സിമം കണ്ടൻറ്റും കാര്യങ്ങളും നിങ്ങളിതാക്കാൻ വേണ്ടി നോക്കും മീൻസ് ഫയലിലൊക്കെ. ഇത് പറഞ്ഞാൽ പെട്ടെന്നാവുന്ന സംഗതിയല്ല. അത് ഇവഞ്ച്വലി കാലക്രമേണ കയറി വരുന്നതാണ് ഗൂഗിളിലൊക്കെ ഉള്ളത്. ഇനിയിപ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങളോട് സൈറ്റ് XML ഉണ്ടാക്കിയിട്ട് അങ്ങനെ ചെയ്യാൻ പറ്റുന്നു.
അതിലേക്ക് അങ്ങനെ ക്രിയേറ്റ്, അതൊക്കെ അഡീഷണൽ ആയിട്ട് വരുന്ന സംഗതികളാണ്. അപ്പോൾ കുറച്ചും കൂടെ സെർച്ചിൽ കയറി വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ അതായത് XML ഉണ്ടാക്കിയിട്ട് നമ്മൾ ഗൂഗിളിലേക്ക് സബ്മിറ്റ് ചെയ്യുന്ന ഒരു മെത്തേഡാണ്. അതൊക്കെ അഡീഷണൽ ആയിട്ട് ഇത് വരുന്ന സംഗതിയാണ്. പിന്നെ അടുത്തത്, പിന്നെ നമ്മൾ ഈ ഫയലൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ ഫയൽ നെയിമൊക്കെ ടൈംസ് വേൾഡ് റെക്കോർഡ് എന്ന് കൊടുക്കുക. കണ്ടൻറ്റിൽ കൂടുതലായിട്ട് ടൈംസ് വേൾഡ് റെക്കോർഡ് എന്ന് കൊടുക്കാൻ ശ്രമിക്കുക നമ്മൾ മാറ്റർ ഉണ്ടാക്കുമ്പോഴേ. അപ്പോൾ ഇതൊക്കെ നമുക്ക് XML-ലൂടെ സിങ്ക് ചെയ്യാൻ പറ്റും. അത് പ്രകാരം ഗൂഗിൾ അത് സെർച്ചിലേക്ക് കൊണ്ടുവന്നിട്ട് പിന്നെ ആൾക്കാരിങ്ങനെ സെർച്ച് ചെയ്യുമ്പോൾ ഇവഞ്ച്വലി അങ്ങനെ കയറി വരും. ഞാൻ ഏതായാലും ഇപ്പോഴത്തെ സ്റ്റാറ്റസ് എന്താണെന്ന് നോക്കട്ടെ. ഞാൻ ഇവിടുന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ എന്താ വരുന്നത്, അവിടെ ടൈപ്പ് ചെയ്യുമ്പോൾ ഏത് വെബ്സൈറ്റാണ് വരുന്നത് എന്നുള്ളതൊക്കെ. മീൻസ് ഇതൊക്കെ ഗൂഗിൾ സെർച്ച് എന്ന് പറഞ്ഞാൽ നമ്മളൊരു കാര്യം ടൈപ്പ് ചെയ്യുമ്പോൾ ചിലപ്പോൾ പെട്ടെന്ന് വരണം എന്നുള്ളതല്ല. കാരണം അവർ സെർച്ച് ബേസിസിൽ ചെയ്യുന്നതാണ്. നമ്മൾ ചില സംഗതികൾ ഇൻജെക്റ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അവർ ഓക്കെ ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ അതവരെ സെർച്ചിൽ ഇൻക്ലൂഡ് ചെയ്യുക. ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ഒരു സംഗതി പോകുന്നത് ശരിക്കും. പിന്നെ വേറുള്ളത് ഗൂഗിൾ ആഡ്വേർഡ്സ് എന്ന് പറഞ്ഞ സർവീസ് ഉണ്ട്. ആ ഗൂഗിളിൽ അവർക്ക് പേ ചെയ്തുകൊണ്ടുള്ള ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പേ ചെയ്തുകൊണ്ടുള്ള സംഗതിയാണ്. പക്ഷേ ബൂസ്റ്റിംഗ് ടൈമിൽ അതിങ്ങനെ കയറി വരുമായിരിക്കും. കാരണം നമ്മൾ ഗൂഗിളിലേക്ക് ഡയറക്റ്റ് പേ ചെയ്യുന്നതല്ലേ. പിന്നീട് ചിലപ്പോൾ നമ്മൾ ആ പൈസ നിർത്തി കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ അത് പറയാൻ പറ്റില്ല, ചിലപ്പോൾ റിസൾട്ടിൽ നിന്ന് മാറാനും ചാൻസ് ഉണ്ട്. ആ ഡയറക്റ്റ് ക്രെഡിറ്റ് കാർഡോ ഡെബിറ്റ് കാർഡോ കണക്ട് ചെയ്തിട്ട് ഡയറക്റ്റ് അങ്ങനെ പേ ചെയ്യാൻ പറ്റും. ഞാൻ നേരത്തെ ഇറങ്ങണമെന്നൊക്കെ വയ്ക്കുക, പക്ഷെ ഓരോരോ കാരണങ്ങളാൽ ഡിലേ ആയി പോലെ